പ്രസവത്തിന് പിന്നാലെ അണുബാധയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരായ പരാതിയിൽ വിശദ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ്. ശിവപ്രിയയുടെ മരണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കും. ശിവപ്രിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ റിനു, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ളൊരു ആരോപണം തുടർന്ന് ശിവപ്രിയ കഴിഞ്ഞ ദിവസം മരിച്ചു. നമുക്കറിയാം, വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ആശുപത്രിയിൽ ഉണ്ടായത്. ഈ ശിവപ്രിയയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് ഉള്ളത്. 10 മണിയോടുകൂടി RTOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ബന്ധുക്കളും അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട് DME. ഇന്ന് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിൽ ക്രിട്ടിക്കൽ കെയർ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഡിസീസ്, ഗൈനക്കോളജി വിഭാഗം മേധാവിമാരെ ചുമതലപ്പെടുത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആശുപത്രിക്ക് പുറത്തു നിന്നുള്ള വിദഗ്ധരും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ആവശ്യങ്ങൾ BJP നേതാവ് V. മുരളീധരൻ ഉൾപ്പെടെ DMEയുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇവരുടെ കുട്ടികൾ, 2 കുട്ടികളുണ്ട്. ഇപ്പോൾ പ്രസവിച്ച് 18 ദിവസമാകുന്ന ഒരു കുട്ടി, ഒപ്പം മൂത്ത ഒരു കുട്ടിയുമുണ്ട്. ഇവർക്ക് രണ്ടുപേരുടെയും പഠന ചിലവ് സർക്കാർ വഹിക്കണം. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥയാണ് ശിവപ്രിയ മരിക്കുവാൻ വേണ്ടി കാരണമായത് എന്നുള്ളതാണ്. ഒപ്പം ഈ ഭർത്താവിന് ജോലി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം. പിന്നെ RTOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും നടത്തണമെന്നുള്ളതാണ്. എന്തായാലും 10 മണിയോടുകൂടി RTOയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും നടത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 15 ദിവസത്തോളം നോക്കുമെന്നുള്ളതാണ് BJP നേതാവ് V. മുരളീധരൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ 15 ദിവസത്തിനു ശേഷം അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ SIT ആശുപത്രിയിൽ നിന്നല്ല ഈ ഒരു അണുബാധ ഉണ്ടായത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ വിദഗ്ധരടങ്ങിയ സംഘത്തിൻ്റെ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ മാത്രമേ പിന്നെ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അണുബാധ ഉണ്ടായത് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും DMEയുടെ രാവിലെയും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും. വിദഗ്ധ സംഘം ആയിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ഈ SIT ആശുപത്രിക്കുള്ളിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളവരും ഈ സംഘത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും DME അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.